താമരശ്ശേരിയിലെ ഷഹബാസ് വധക്കേസിലെ പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുയരുകയാണിപ്പോൾ. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുന്നിലേക്ക് MSF പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ MSF പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. പോലീസും MSF പ്രവർത്തകരും തമ്മിൽ ഈ മാർച്ചിനിടെ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധം ഇപ്പോൾ ഗേറ്റിൽ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റമുണ്ടാവുകയാണ്. വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് സ്കൂളിന് മുന്നിലാണ് പ്രതികൾക്ക് പരീക്ഷാ കേന്ദ്രം തീരുമാനിച്ചത്. എന്നാൽ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. ഒരുപക്ഷെ പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് മാറ്റിയേക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ MSFന്റെ പ്രതിഷേധ മാർച്ചാണ് അവിടെ നടന്നു വരുന്നത്. നേരത്തെ KSU പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അവരെ പിന്നീട് പോലീസ് അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ പ്രതിഷേധം തുടരുകയാണ്. ഷബീർ ഉമർ വിവരങ്ങൾ നൽകും. ഷബീർ, രാവിലെ മുതൽ തന്നെ പ്രതിഷേധം ഉയരുകയാണ്. ഇന്ന് SSLC പരീക്ഷ ആരംഭിക്കാനിരിക്കെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റാനാണോ സാധ്യത? ദിവ്യ, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അതിരാവിലെ മുതൽ തന്നെ വെള്ളിമാടുകുന്ന് ജുവൈനൽ ഹോമിന് മുന്നിൽ, അതായത് ഷഹബാസ് വധവുമായി ബന്ധപ്പെട്ട പിടിയിലായ പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന ജുവൈനൽ ഹോമിന് മുന്നിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുണ്ട്. രാവിലെ 7 മണിയോടുകൂടി KSU പ്രവർത്തകരെത്തി പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് MSF പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും ശേഷം അവർ പ്രതിഷേധിക്കാൻ പ്രയോഗിച്ച് നീക്കാൻ സംഘർഷത്തിലേക്ക് ഈ പ്രതിഷേധം നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബലം പ്രയോഗിച്ച് പോലീസ് ഉള്ള ശ്രമം പ്രവർത്തകർ തടയുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പോലീസ് ബലം പ്രയോഗിച്ചതിനായി പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. തരത്തിലുള്ള ഞാൻ ഷബീറിലേക്ക് വരാം. ക്ലാരിറ്റി പ്രശ്നമുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധമുയരുകയാണ്. പ്രതികളെ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ ഷഹബാസ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പ്രതിഷേധമുയരുന്നത്. 5 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ജുവനൈൽ ഹോമിൽ, കെയർ ഹോമിലേക്ക് അവരെ മാറ്റിയത്. അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന് കോടതി ഉത്തരവടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പരീക്ഷാ കേന്ദ്രമടക്കം തീരുമാനിച്ചത്. വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് സ്കൂളിലാണ് പരീക്ഷാ കേന്ദ്രം തീരുമാനിച്ചിരുന്നത്. അവിടേക്കാണ് ഇപ്പോൾ യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച്. നേരത്തെ KSU പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇപ്പോൾ MSF പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ഷബീർ ഉമർ വിവരങ്ങൾ നൽകും. ഷബീർ, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കുകയാണോ പോലീസ്? ഇത് തീർച്ചയായും പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ജുവൈനൽ ഹോമിന് മുന്നിൽ പോലീസ് MSF പ്രവർത്തകരുടെ പ്രതിഷേധം തടഞ്ഞു. ശേഷം നേരിയ ഉന്തും തള്ളുമുണ്ടായി. പിന്നാലെ പ്രവർത്തകർ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടി ഈ പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം ഇവിടെ തന്നെ, അതായത് ജുവൈനൽ ഹോമിനകത്ത് തന്നെ പരീക്ഷ എഴുതിക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്താണ് ജുവൈനൽ ഹോമിൽ പ്രതികളെ പാർപ്പിച്ചിട്ടുള്ള ജുവൈനൽ ഹോമിലെ മുറിയിൽ വെച്ച് ഈ പരീക്ഷ എഴുതിപ്പിക്കാനുള്ള ആലോചന ഇപ്പോൾ നടത്തുന്നത്. ആ നിലയ്ക്ക് തീരുമാനമുണ്ടായിട്ടും ഈ പരീക്ഷ നടത്തിപ്പിന് വേണ്ട ക്രമീകരണങ്ങൾ ജുവൈനൽ ഹോമിനകത്ത് തന്നെ സജ്ജീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഈ പ്രതികളെ ഒരു കാരണവശാലും പരീക്ഷ എഴുതിക്കില്ല
എന്നായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. ആ നിലയ്ക്ക് തന്നെ വലിയ പ്രതിഷേധമുണ്ടാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഒപ്പം തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് താമരശ്ശേരി പ്രതികൾ പഠിക്കുന്ന താമരശ്ശേരി സ്കൂളിൽ തന്നെ പരീക്ഷ എഴുതിക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സുരക്ഷാ പ്രശ്നം കൂടി കണക്കിലെടുത്ത് മറ്റ് വിദ്യാർത്ഥികൾ കൂടി പ്രശ്നമുണ്ടാകും, മാനസിക സമ്മർദ്ദമുണ്ടാകും, ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സിന് മുന്നിൽ സമീപത്ത് ശ്രീകളം വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് സ്കൂളിൽ പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ സ്കൂളിലെ പരീക്ഷ എഴുതിയപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്നത്. ആ നിലയ്ക്കാണ് ഈ ഇവരെ പാർപ്പിച്ചിട്ടുള്ള പ്രതിഷേധിച്ച MSF പ്രവർത്തകരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷാ കേന്ദ്രം ഒരുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. വിവരങ്ങളാണ് ഷബീർ ഉമർ നൽകി.